നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി മോദി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിൽ ചർച്ചകൾ. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുമെന്നും സൂചന. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് രാവിലെ 6 മണിക്ക് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറക്കേണ്ട വിമാനം അനിശ്ചിതത്വത്തിനൊടുവിൽ വൈകിട്ടോടെ റദ്ദാക്കി. പ്രതിസന്ധിയിലായത് അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകാനെത്തിയവർ. സൗദിയിലെ ഫാക്ടറി ഉടമകൾക്ക് ആശ്വാസം. രാജ്യത്തെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ലെവി നിർത്തലാക്കാൻ സൗദി മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. സമവായത്തിന് പിന്നാലെ KTU-VCI സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ്. കേരള സർവകലാശാലയിലും സമവായം. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് സ്ഥലം മാറ്റി. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമെന്ന് ഉത്തരവിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPM-നെതിരെയുള്ള പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്ന് CPM. സ്വർണം കവർന്നതിലല്ല, പാരഡി പാടിയതിലാണ് CPM-ന് വേദനയെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ റിമാൻഡിൽ. SIT അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ. 4ാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതിയിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ അന്വേഷണം ആരംഭിച്ചു. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തി. ജോർദാൻ, എത്യോപ്യ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തിയത്. വ്യാപാരം, ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുമെന്നും സൂചനകളുണ്ട്. ജോർദാൻ, എത്യോപ്യ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ എത്തിയത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സായിദ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഒമാൻ നയതന്ത്ര സഹകരണത്തിന്റെ 70ാം വാർഷികം കൂടിയാണ് ഇപ്പോൾ. ഊർജ്ജം, സുരക്ഷ, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച അവസാനവട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയുടെ 2ാമത് ഒമാൻ സന്ദർശനമാണ് ഇത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും എത്യോപ്യയും എല്ലാ കാലവും മികച്ച ബന്ധമാണ് പുലർത്തിയിട്ടുള്ളതെന്നും എത്യോപ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2011 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത മോദിയെ പാർലമെന്റ് അംഗങ്ങൾ ഏറെ ആദരവോടെ കേട്ടിരുന്നു. എത്യോപ്യ സിംഹങ്ങളുടെ നാടാണെന്നും തന്റെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് ഇന്ത്യയിലെ സിംഹങ്ങളുടെയും ആവാസ കേന്ദ്രമായതിനാൽ തനിക്കിവിടം വീട്ടിലെത്തിയതുപോലെയാണ് തോന്നുന്നത് എന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ വന്ദേ മാതരവും എത്യോപ്യയുടെ ദേശീയ ഗാനവും നമ്മുടെ ഭൂമിയെ മാതാവ് എന്നാണ് പരാമർശിക്കുന്നത്. പൈതൃകം, സംസ്കാരം, സൗന്ദര്യം എന്നിവയിൽ അഭിമാനിക്കാനും മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും അവ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യ നാഷണൽ സോങ് വന്ദേ മാതരം ആൻഡ് ദ ഇഥിയോപ്പിയൻ നാഷണൽ ആന്തhem both refer to our land as the mother. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് എത്യോപ്യയ്ക്ക് 4 ദശലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്യാൻ സാധിച്ചത് ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
എത്യോപ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നുവെന്ന് മോദി പറഞ്ഞു. It was India's proud privilege to supply Ethiopia with over 4 million vaccine doses. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി വിപുലമായ ചർച്ചകളും നരേന്ദ്രമോദി നടത്തി. ഇന്ത്യ എത്യോപ്യ ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. 2011 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് രാവിലെ 6 മണിക്ക് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറക്കേണ്ട വിമാനം ഏറെ സമയത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വൈകിട്ടോടെ റദ്ദാക്കിയതായി അറിയിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനെത്തിയ നിരവധി പേരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. രാവിലെ 6:05 ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് IX 530 വിമാനം പുറപ്പെടേണ്ടത്. എന്നാൽ കാലാവസ്ഥ മോശമായതിനാൽ രാവിലെ ദുബായിലെത്തേണ്ട വിമാനം റാസൽ ഖൈമയിൽ ഇറക്കേണ്ടി വന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിക്കുന്നത്. റാസൽ ഖൈമയിൽ നിന്നും വിമാനം ദുബായിലെത്താൻ വൈകി. സ്ത്രീകളും കുട്ടികളും അടക്കം 150ഓളം യാത്രക്കാരാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. പിതാവ് മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് പുറപ്പെട്ട യാത്രക്കാരൻ ഉൾപ്പെടെയുള്ളവർ വിമാനം അനിശ്ചിതമായി വൈകിയതോടെ പ്രതിഷേധിച്ചു. രാവിലെ ഇന്നലെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത് എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പയെ കാണണം. വാപ്പ മരിച്ചു കിടക്ക നേരത്തെ പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. പ്രാദേശിക സമയം രാവിലെ 11 മണിക്ക് വിമാനം പുറപ്പെടുമെന്ന് പറഞ്ഞ് യാത്രക്കാരെ കയറ്റിയെങ്കിലും 3 മണിക്കൂറിന് ശേഷം തിരിച്ചിറക്കി. യാത്രക്കാരെ മുംബൈ വഴി തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും ഇതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഏറ്റവും ഒടുവിലാണ് പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം തീർന്നുവെന്നും നാളെ രാവിലെ 7:30 വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത്. എല്ലാ യാത്രക്കാരെയും ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സമയക്രമം പാലിക്കാത്തത് പലപ്പോഴും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. പ്രവാസികളോടുള്ള എയർ ഇന്ത്യയുടെ അനാസ്ഥ വീണ്ടും വിവാദമാകുന്നു. കെട്ടിടത്തിൽ നിന്ന് വീണ് നട്ടലിന് ഗുരുതര പരിക്കേറ്റ മലയാളിയെ അടിയന്തര ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സംഭവം പുറത്തുവന്നത്. റിയാദിൽ നിർമ്മാണ മേഖലയിലുണ്ടായിരുന്ന ആലപ്പുഴ നൂറനാട് സ്വദേശി രാഘവൻ തുളസി ജോലിസ്ഥലത്തെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് കാൽ വഴുതി വീഴുകയും കഴുത്തിനും നട്ടലിനും ഗുരുതര പരിക്കുകളുണ്ടെന്ന് റിയാദിലെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാൻ സ്ട്രെച്ചർ ടിക്കറ്റിനായി കേളി കലാസാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗം എയർ ഇന്ത്യയെ സമീപിച്ചെങ്കിലും നിലവിൽ ചെറിയ വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നതെന്നും മുമ്പ് സമർപ്പിച്ച എല്ലാ അപേക്ഷകളും നിരസിച്ചതായും അധികൃതർ അറിയിച്ചു. അതേസമയം മറ്റ് വിമാന കമ്പനികൾ 30,000 മുതൽ 35,000 റിയാൽ വരെ സ്ട്രെച്ചർ ടിക്കറ്റിനായി ആവശ്യപ്പെട്ടതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മുൻകാലങ്ങളിൽ ഡോക്ടർമാരുടെയോ പ്രത്യേക മെഡിക്കൽ ഉപകരണങ്ങളുടെയോ ആവശ്യമില്ലാത്ത സ്ട്രെച്ചർ യാത്രക്കാർക്ക് എയർ ഇന്ത്യ 12,000 റിയാൽ വരെ മാത്രമാണ് ഈടാക്കിയിരുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. സൗദിയിലെ ഫാക്ടറി ഉടമകൾക്ക് ആശ്വാസമായിക്കൊണ്ട് രാജ്യത്തെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ലെവി നിർത്തലാക്കാൻ സൗദി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൗൺസിൽ ഓഫ് ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് അഫയേഴ്സ് സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വ്യവസായ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടും നിക്ഷേപകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടി. നേരത്തെ നിശ്ചിത കാലയളവിലേക്ക് നൽകിയിരുന്ന ഈ ഇളവ് ഇപ്പോൾ സ്ഥിരമായി നിർത്തലാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ തൊഴിലുറപ്പ് ബില്ലായ VBG റാംജി ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്തു. വികസിത ഭാരതത്തിനുള്ള ബില്ലെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. വികസിത ഭാരതത്തിനും വികസിത ഗ്രാമത്തിനും വേണ്ടിയുള്ള ബില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ് ബില്ല്. ഇത് കേവലം തൊഴിലിനു വേണ്ടി മാത്രമുള്ളതല്ലെന്നും ദാരിദ്ര്യമുക്ത വികസിത ശ്രമമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രം തൊഴിലാളി വിരുദ്ധരെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബില്ലിൽ എതിർപ്പുമായി തൃണമൂലും SP-യും DMK-യും രംഗത്തെത്തി. അധികാര കേന്ദ്രീകരണ ബില്ലെന്നാണ് പാർട്ടികളുടെ വിമർശനം. നാളെയാണ് ബില്ലിൽ വോട്ടെടുപ്പ്. അതേസമയം നിയന്ത്രിത ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നതാണ് ബില്ല്. माननीय अध्यक्ष महोदय, मैं तो विस्तार से चर्चा करूंगा. ये बिल विकसित भारत के लिए विकसित गांव के निर्माण का बिल है.
जिसमें 100 दिन जो रोजगार की गारंटी थी वो बढ़ा के 125 दिन कर दी गई है। हम रोजगार भी देंगे। തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ പ്രചാരം നേടിയ കോൺഗ്രസിന്റെ പാരഡി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഗാനരചയിതാവും സംവിധായകനും പാട്ട് പ്രചരിപ്പിച്ചവരും പ്രതികളാകും. പാരഡി ഗാനത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അയ്യപ്പനെ പ്രചരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. എന്നാൽ സമാന വിഷയങ്ങളിൽ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ഉയർത്തിക്കാട്ടുന്ന CPMന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് കോൺഗ്രസ് വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനും UDFന്റെ തിളക്കമാർന്ന വിജയത്തിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. ഈ വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ച പാരഡി ഗാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന അയ്യപ്പ ഭക്തി ഗാനത്തെ മോശപ്പെട്ട വരികളിലൂടെ ആലപിച്ച് ഭക്തരുടെ വികാരത്തെയും വ്രണപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. ADGP പത്തനംതിട്ട പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പാരഡി ഗാനം വലിയ രീതിയിൽ ഏറ്റെടുത്ത UDF MPമാർ പാർലമെന്റ് മുന്നിൽ അടക്കം ആലപിക്കുകയും ചെയ്തിരുന്നു. ഇതുൾപ്പെടെ പരാതിക്കാരന് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ പ്രചാരണായുധമായി ഉപയോഗിച്ച പാരഡി ഗാനത്തിനെതിരെ CPM ശക്തമായി രംഗത്ത് വരികയാണ്. കേസെടുക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന ഗാനങ്ങളും ശരണമന്ത്രങ്ങൾ നിറച്ച മുദ്രാവാക്യങ്ങളുമാണ് UDF പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് റഹീം MP കുറ്റപ്പെടുത്തിയിരുന്നു. UDF MPമാർക്ക് പാർലമെന്റിൽ പാരഡി ഗാനം ആലപിക്കാനാണ് സമയമെന്ന് മന്ത്രി MB രാജേഷും പരിഹസിച്ചു. അതേസമയം CPM നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. മുൻപ് സമാന രീതിയിൽ മാണിക്യമലരെ എന്ന സിനിമാ ഗാനം പ്രവാചക നിന്ദയാണെന്ന പരാതി വന്നപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ മതവികാരമുണർത്തി എന്നാരോപിച്ച് ഒരു പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വരുന്നത് CPMന്റെ ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാരഡി ഗാന വിവാദത്തിൽ CPMനെ വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പന്റെ സ്വർണം കവർന്നതിലല്ല പാരഡി പാടിയതിലാണ് CPMന് വേദനയെന്ന് VD സതീശൻ. ഇതേ CPM പണ്ട് കരുണാകരനെ കുറിച്ച് പാരഡി ഉണ്ടാക്കിയിട്ടുള്ളത് കൂടി ഓർക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJPക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? പാരഡി പാട്ടിനെ പേടിക്കുന്ന ദുർബലമായ പാർട്ടിയായി CPM മാറിയോ എന്ന് PC വിഷ്ണുനാഥ്. ഇന്നലെ വരെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞവരാണ് ഇന്ന് കേസ് കൊടുക്കുന്നത്. ജനങ്ങൾക്ക് രണ്ടാമത് വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കാരണം കൂടി ചേർത്ത് CPMനെതിരെ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് സമാനമായ ലീഡർ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നാദിർ ഷായും കലാഭവൻ മണിയും ഇത് ഈണത്തിൽ പാരഡി പാട്ട് പാടിയത് ഞാൻ പല മാധ്യമങ്ങളിൽ കൂടിയും കാണാനിടയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പാട്ടും പാരഡി പാട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. എന്നാൽ ഒരു പാട്ടിൽ കലങ്ങി പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്നും പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചില്ലെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനനുകൂലമാണ്. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ്. കേരള സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. VC-ആയി തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും പഴയ കാര്യങ്ങളൊന്നും നിലവിൽ ഓർക്കുന്നില്ലെന്നും സിസ തോമസ് പ്രതികരിച്ചു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും സിസ തോമസ് വ്യക്തമാക്കി. ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ സജി ഗോപിനാഥിനെ നിയമിക്കാനും ഗവർണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയതോടെ ഏറെക്കാലമായുള്ള സർക്കാർ ഗവർണർ പോരിനാണ് അവസാനമാകുന്നത്. ഇന്നലെയാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ VC-മാരുടെ കാര്യത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയത്. VC-മാരെ നിയമിക്കുന്നതിൽ ഇരുകൂട്ടരും തീരുമാനത്തിലെത്താത്തതിനാൽ സുപ്രീം കോടതി നേരിട്ട് നിയമന നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത നീക്കം.
തുടർന്ന് സമവായക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച ശേഷമാണ് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-യായും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC-യായും നിയമിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയത്. സർക്കാരിന് അനഭിമതയായ സിസ തോമസിനെ VC-യാക്കാൻ പാടില്ലെന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് AGയുടെ അന്വേഷണം നടക്കുന്നതിന്റെ വെളിച്ചത്തിൽ സജി ഗോപിനാഥിനെ വീണ്ടും VC-യാക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ നിന്ന് ഗവർണറുമായി സർവകലാശാലയിലെത്തിയ പുതിയ VC-യായ സിസ തോമസിനെ ഹാർദമായാണ് സഹപ്രവർത്തകർ സ്വീകരിച്ചത്. സർക്കാരുമായി സഹകരിച്ച് അപാകതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മോളിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു ചർച്ചയിലൂടെ എല്ലാവരുമായിട്ട്, ഇതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ അത് ആ വക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുള്ളൂ. എന്തായാലും NIRF റാങ്കിങ്ങിന് പോകണം. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. സമവായത്തിലെത്തിയത് VC നിയമനത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. അനന്തമായി അനിശ്ചിതാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ, നല്ല പ്രകടനങ്ങൾ, അതിന് തുടർന്നും സാധ്യത ഉണ്ടാകണം. 4 വർഷത്തേക്കോ 65 വയസ്സ് തികയുന്നതുവരെയോ ആണ് VC നിയമനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിലും സമവായം. കേരള രജിസ്ട്രാർ തർക്കത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങി. സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ സർക്കാർ മാറ്റി. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ശാസ്താംകോട്ട DB കോളേജിലേക്ക് മാറ്റി നിയമിച്ചു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നത്. കുവൈറ്റിൽ ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെ ഇരുന്ന 589 മൊബൈൽ ഫുഡ് ട്രക്കുകളുടെ അനുമതി വാണിജ്യ വ്യവസായ മന്ത്രാലയം റദ്ദാക്കി. ലൈസൻസുകളുടെ കാലാവധി 1 വർഷം കഴിഞ്ഞിട്ടും പുതുക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. മൊബൈൽ ഫുഡ് ട്രക്ക് മേഖലയിൽ നടന്ന പരിശോധനയുടെ ഭാഗമായാണ് ലൈസൻസ് റദ്ദാക്കലെന്നും ബിസിനസ് അന്തരീക്ഷം കാര്യക്ഷമമാക്കാനും എല്ലാ സംരംഭകർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും വേണ്ടിയാണ് നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്ന് 48 മണിക്കൂറിനകം ചികിത്സ തേടിയെത്തിയത് 30 കുട്ടികളുടെ കുടുംബങ്ങൾ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെക്കുറിച്ച് രക്ഷിതാക്കൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ആഭ്യന്തര മന്ത്രാലയം ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യും. ലഹരിക്ക് അടിമയായ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഇത്തരത്തിൽ പബ്ലിക് പ്രോസിക്യൂഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കാം. കുട്ടികളുടെ പേര്, വിവരങ്ങൾ അധികൃതർ രഹസ്യമായി സൂക്ഷിക്കുകയും അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ക്രിമിനൽ രേഖകളിൽ നിന്ന് ഒഴിവാക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ നഗരവികസനം മുൻനിർത്തി കുവൈറ്റ് മെട്രോ പദ്ധതിയുടെ റൂട്ടുകളും സഞ്ചാര വഴികളും പുനർമൂല്യനിർണ്ണയം നടത്താൻ മന്ത്രിസഭ കുവൈറ്റ് നഗരസഭയെ ചുമതലപ്പെടുത്തി. ഓരോ സ്റ്റേഷനുകളുടെയും സ്ഥാനങ്ങൾ ഉൾപ്പെടെ റൂട്ടുകൾ പുനർനിർണ്ണയിക്കുവാനാണ് മന്ത്രിസഭ നഗരസഭയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ മെട്രോ റൂട്ടുകൾ സംബന്ധിച്ച് പഠനം നടത്തുവാനും പദ്ധതിക്ക് വിരുദ്ധമായ തടസ്സങ്ങൾ നീക്കുവാനും പ്രത്യേക സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുവാൻ നഗരസഭ മന്ത്രിസഭയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ജിദ്ദയിലെ പ്രശസ്തരായ എഴുത്തുകാരെയും പുതിയ പ്രതിഭകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻസ് ഡ്യൂൺ സ്റ്റോറീസ് എന്ന പേരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. 2026 ജനുവരി 10 നടക്കാനിരിക്കുന്ന ബുക്ക് ഹറാജ് 3.0 എന്ന പുസ്തകമേളയുടെ മുന്നോടിയായിട്ടാണ് ഈ സാഹിത്യ വിരുന്ന് ഒരുക്കിയത്. മരുഭൂമിയിലെ വർണ്ണാഭമായ ടെന്റിലൊരുക്കിയ സംഗമത്തിൽ ഹസൻ ചെറൂപ്പ, ബഷീർ വള്ളിക്കുന്ന്, AP അൻവർ വണ്ടൂർ, ശിഹാബ് കരുവാരക്കുണ്ട്, വഹീദ് സമാൻ, അമീന ബഷീർ, സൗദ കാന്തപുരം, റജി അൻവർ തുടങ്ങിയ ജിദ്ദയിലെ എഴുത്തുകാരോടൊപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാല എഴുത്തുകാരൻ മുഹമ്മദ് അമനും പങ്കെടുത്തു. ഖത്തറിൽ നിന്നെത്തിയ എഴുത്തുകാരൻ അഷ്റഫ് തൂണേരി സദസ്സുമായി സംവദിച്ചു. ഫോക്കസ് പ്രതിനിധി ഷഫീഖ് പട്ടാമ്പി മോഡറേറ്ററായിരുന്നു. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് കമ്മിറ്റിയിൽ മലയാളിയായ പ്രവാസി സംരംഭകൻ ഷക്കീർ ഹുസൈൻ വലിയകത്തിന് അംഗത്വം. ഒരു മലയാളിക്ക് ഈ അംഗത്വം ലഭിക്കുന്നത് ഇതാദ്യമായാണ്. തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം സ്വദേശിയായ ഷാക്കിർ ഹുസൈൻ അറേബ്യൻ ഹൊറൈസൺ സാരഥിയാണ്. സമ്മേളനങ്ങൾ, പരിപാടികൾ, പ്രദർശനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനുള്ള കമ്മിറ്റിയിലാണ് ഷാക്കിർ ഹുസൈനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ സജീവമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രതിനിധികളിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങളും അനുഭവ സമ്പത്തും പരിഗണിച്ചാണ് ജിദ്ദ ചേംബർ അംഗത്വം നൽകിയത്.
ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 4ാം പ്രതി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശ്രീകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്വർണ്ണക്കവർച്ച കേസിലെ 7ാമത്തെ അറസ്റ്റാണിത്. കേസിലെ 4ാം പ്രതി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത് 19ലേക്ക് മാറ്റി. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ രേഖകൾ കൈമാറുന്നതിൽ SIT രേഖാമൂലം എതിർപ്പ് അറിയിച്ചു. EDക്ക് രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം SITയെ എങ്ങനെയാണ് ബാധിക്കുകയെന്ന് ED അഭിഭാഷകൻ വാദിച്ചു. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നുമാണ് EDയുടെ നിലപാട്. ഹർജിയിൽ EDയുടെയും SITയുടെയും വാദം പൂർത്തിയായതോടെയാണ് കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച വിധി പറയുക. കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യ ഹർജിയും നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച SIT. രമേശ് ചെന്നിത്തല നൽകിയ രേഖകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി 500 കോടി രൂപയിലേറെയുള്ള ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠം AI സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. കോൺക്ലേവിൽ ഗൈഡ് ലൈൻസ് ഫോർ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ധവളപത്രം പുറത്തിറക്കി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന കോൺക്ലേവിൽ കേന്ദ്ര IT മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിദഗ്ധർ പങ്കെടുത്തു. അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത AI സേഫ്റ്റി റിസർച്ച് ലാബാണ് AI സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ദക്ഷിണ രാജ്യങ്ങൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത AI സേഫ്റ്റി റിസർച്ച് ലാബ് സേഫ് AI ഫോർ ദി ഗ്ലോബൽ സൗത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച AI സേഫ്റ്റി കോൺക്ലേവിന്റെ വേദിയിൽ വച്ചാണ് ധവളപത്രം പുറത്തിറക്കിയത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന കോൺക്ലേവിൽ ധവളപത്രം പുറത്തിറക്കാൻ സാധിച്ചതിലൂടെ മികച്ച AI എൻവയോൺമെന്റുകൾ രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പായി ഇത് മാറുമെന്ന് കോൺക്ലേവ് വിലയിരുത്തി. നൈതികതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഏജന്റിക് AI ഏകോപനം ലക്ഷ്യമിടുന്ന ധവളപത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ഗ്ലോബൽ സൗത്തിന്റെയും പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഉത്തരവാദിത്തപരമായ AI വിനിയോഗത്തിനായുള്ള പ്രധാന തത്വങ്ങളും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ധവളപത്രം. ആരോഗ്യ പരിചരണം, വിദ്യാഭ്യാസം, ധനകാര്യം, ഊർജം, പൊതുസേവനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ സുരക്ഷ, സുതാര്യത, ഉത്തരവാദിത്തം, മനുഷ്യമേൽനോട്ടം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള രൂപരേഖകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര IT മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2026 ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച കോൺക്ലേവിൽ കേന്ദ്ര IT മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയും ഇന്ത്യ AI മിഷൻ CEOയുമായ അഭിഷേക് സിംഗ്, യുനെസ്കോ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഗബ്രിയേല റാമോസ്, മൗറീഷ്യസ് ICT മന്ത്രി ഡോക്ടർ അവിനാശ് രാം തോഹുൽ, പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ D ശേഷഗിരി ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളായി. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ചടങ്ങിൽ പങ്കെടുത്തവരെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തു. സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, പ്രൊഫസർ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോൺക്ലേവിന്റെ ഭാഗമായി ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ AI ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചും AI സുരക്ഷ, നൈതികത എന്നിവയെക്കുറിച്ചും വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പാനൽ ചർച്ചകളും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. കൊച്ചി അമൃത ആശുപത്രിയിൽ അവയവദാനം വഴി കൈകൾ സ്വീകരിച്ച ഗോകുലപ്രിയൻ ആശുപത്രി വിട്ടു. ശബരിമലയിൽ വെച്ച് മരണമടഞ്ഞ ജയിലുദ്യോഗസ്ഥൻ അനീഷ് ARന്റെ കൈകളാണ് 23-കാരനായ ഗോകുലപ്രിയൻ സ്വീകരിച്ചത്. 2025 ഒക്ടോബർ 22-ന് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കൈകൾ ഗോകുലപ്രിയന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത്.
ശബരിമല ദർശനത്തിന് ശേഷം പമ്പയിൽ വെച്ചാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷ് AR അപസ്മാരത്തെ തുടർന്ന് വീണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അനീഷിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. സേലം സ്വദേശിയായ ഗോകുലപ്രിയന് വൈദ്യുതാഘാതമേറ്റാണ് ഇരു കൈകളും നഷ്ടമായത്. കൊച്ചി അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം നൽകിയ ശസ്ത്രക്രിയയിലും അതിനുശേഷമുള്ള ചികിത്സയിലൂടെയും ഗോകുലപ്രിയന് പുതുജീവിതം ലഭിച്ചു. കോട്ടയത്ത് വെച്ചൊരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായപ്പോൾ അവർ സമ്മതിച്ചു, ഇങ്ങനെ കൈകൾ തരാമെന്ന് സമ്മതിച്ചപ്പോൾ അത് ഗോകുലപ്രിയന് യോജിക്കുമെന്നും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇവിടെ നിന്നൊരു ടീം കൈകൾ എടുത്തുകൊണ്ടുവന്ന് ഒരു 17 മണിക്കൂറുള്ള ശസ്ത്രക്രിയയിലാണ് ഗോകുലപ്രിയന് ഇപ്പോൾ കൈകൾ വെച്ച് പിടിപ്പിച്ചത്. സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഈ ഇങ്ങനെയുള്ള കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ട് ഗോകുലപ്രിയന് നടക്കും. 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടുന്ന ഗോകുലപ്രിയന് കൊച്ചി അമൃത ആശുപത്രി അധികൃതർ സന്തോഷസൂചകമായി കേക്ക് മുറിച്ച് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് SS തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമൃത, കൊച്ചി, ഫരീദാബാദ് ആശുപത്രികളിലായി ഇരു കൈകളും മാറ്റിവെക്കുന്ന 21 ശസ്ത്രക്രിയകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക യോഗം ചേരും. യോഗത്തിൽ അടുത്ത തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ഈ മാസം 21 മുതൽ അന്നദാനമായി സദ്യ നൽകുന്നത് ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക പാസ് സൗകര്യം ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ശബരിമലയിൽ റെക്കോർഡ് വരുമാനം. തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഇതുവരെ ആകെയുള്ള വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. തീർത്ഥാടന കാലം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ റെക്കോർഡ് വരുമാനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 മത്സരം ഉപേക്ഷിച്ചു. കനത്ത മൂടൽമഞ്ഞ് മൂലമാണ് മത്സരം ഉപേക്ഷിച്ചത്. ലക്നൌവിൽ രാത്രി 7 മണി മുതലായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത്. 5ാം T20 മറ്റന്നാൾ അഹമ്മദാബാദിൽ നടക്കും. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ആഷസ് പരമ്പരയിലെ 3ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ മികച്ച നിലയിൽ. വിക്കറ്റ് കീപ്പർ ബാറ്റർ അലക്സ് കാരിയുടെ സെഞ്ചുറി കരുത്തിൽ ഓസ്ട്രേലിയ 8 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിലാണ്. 33 റൺസോടെ മിച്ചൽ സ്റ്റാർക്കും റണ്ണൊന്നും എടുക്കാതെ നദാൻ ലിയോണുമാണ് ക്രീസിൽ. അലക്സ് കാരി 106 റൺസ് അടിച്ച് ടോപ്പ് സ്കോററായപ്പോൾ 82 റൺസ് എടുത്ത ഉസ്മാൻ ഖ്വാജയും ഓസീസിനായി തിളങ്ങി. ഇംഗ്ലണ്ടിനായി ജെഫ്രി ആർച്ചർ 3 വിക്കറ്റ് നേടി. വിൽ ജാക്സും ബ്രൈഡൻ കാഴ്സും 2 വിക്കറ്റുകൾ വീതം നേടി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.